നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 12500 PSC ബുള്ളറ്റിൻ GK ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് ഇന്ന് ഭാഗം 60. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5284 മുതലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയത് ആരാണ്? ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്. വാലിന്റെ അറ്റത്ത് കിലുങ്ങുന്ന ഒരു ഭാഗമുള്ള പാമ്പ്. വാലിന്റെ അറ്റത്ത് കിലുങ്ങുന്ന ഒരു ഭാഗമുള്ള പാമ്പാണ് റാറ്റിൽ സ്നേക്ക്. ആ പാമ്പ് അറിയപ്പെടുന്ന പേരാണ് റാറ്റിൽ സ്നേക്ക്. ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് പ്രകാശം ഉപയോഗിക്കാൻ കാരണം എന്താണ്? തരംഗദൈർഘ്യം കൂടുതലായതിനാലാണ് ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് പ്രകാശം ഉപയോഗിക്കുന്നത്. തരംഗദൈർഘ്യം കൂടുതലായതിനാലാണ്. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അരവിന്ദ ഘോഷ്. അരവിന്ദ ഘോഷ്. വാസ്കോഡഗാമയുടെ മരണം ഏത് വർഷത്തിലായിരുന്നു? AD 1524. AD 1524 വാസ്കോഡഗാമ മരിച്ചത്. കേരള നിയമസഭയിലെ ആദ്യത്തെ ഉപതിരഞ്ഞെടുപ്പ് വിജയ്. അപ്പോൾ ഉപതിരഞ്ഞെടുപ്പ് വിജയ്, കേരള നിയമസഭയിലെ ആദ്യത്തെ ഉപതിരഞ്ഞെടുപ്പ് വിജയിയായിരുന്നത് റോസമ്മ പുന്നൂസ് ആണ്. റോസമ്മ പുന്നൂസ്. ബംഗാൾ വിഭജന കാലത്ത് സായുധ സമരത്തിന് ആഹ്വാനം ചെയ്ത യുഗാന്തറിന്റെ പത്രാധിപർ ആരാണ്? അപ്പോൾ ബംഗാൾ വിഭജന കാലത്ത് സായുധ സമരത്തിന് ആഹ്വാനം ചെയ്ത യുഗാന്തറിന്റെ പത്രാധിപറാണ് ഭൂപേന്ദ്രനാഥ് ദത്ത. ഭൂപേന്ദ്രനാഥ് ദത്ത. ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാഗീതമായ വൈഷ്ണവ ജനതോ രചിച്ച ഗുജറാത്തി കവിയാണ് നരസിംഹ മേത്ത. നരസിംഹ മേത്തയാണ് ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാഗീതമായ വൈഷ്ണവ ജനതോ രചിച്ച ഗുജറാത്തി കവി. നരസിംഹ മേത്തയാണ്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം. ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ്. റിച്ചാർഡ് സ്റ്റോൾമാൻ. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ആരെല്ലാം ചേർന്നിട്ടാണ്? വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും ചേർന്നിട്ടാണ്. ഹരിഹരനും ബുക്കനും. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത്. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ശ്യാമശാസ്ത്രി, ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ. അപ്പൊ ആരൊക്കെയാണ്? ശ്യാമശാസ്ത്രി, ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ എന്നിവരാണ് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത്. ത്രികടു എന്നറിയപ്പെടുന്നത് ചുക്ക്, മുളക്, തിപ്പലി. ചുക്ക്, മുളക്, തിപ്പലി എന്നിവയാണ് ത്രികടു എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ത്രിവേണി സംഗമം എവിടെയാണ്? ത്രിവേണി സംഗമം അലഹാബാദിലാണ്. അലഹാബാദ്. കാമിനി റിയാക്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ കാമിനി എന്ന് പറയുമ്പോൾ കൽപ്പാക്കം മിനി റിയാക്ടർ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. അപ്പോൾ എവിടെയാണ്? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് കാമിനി റിയാക്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആണ് കാമിനി. ശിവജി ജനിച്ച സ്ഥലം. അപ്പോൾ ശിവജി ജനിച്ച സ്ഥലമാണ് ശിവനേർ. ശിവനേറിലാണ് ശിവജി ജനിച്ചത്. ടൈം മാഗസിന്റെ ഏഷ്യൻ എഡിഷന്റെ കവറിൽ സ്ഥാനം പിടിച്ച ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം ആരാണ്? ടൈം മാഗസിന്റെ ഏഷ്യൻ എഡിഷന്റെ കവറിൽ സ്ഥാനം പിടിച്ച ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരമാണ് സാനിയ മിർസ. സാനിയ മിർസ. അധികൃതർക്ക് പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്ന് വാദിച്ച നേതാവ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അധികൃതർക്ക് പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്ന് വാദിച്ച നേതാവാണ് BR അംബേദ്കർ. BR അംബേദ്കർ ആണ്.
ദേശീയ പയറുവർഗ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയ പയറുവർഗ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാൺപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് ലോഹം അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ടാണ് വിൽസൺസ് രോഗം ഉണ്ടാകുന്നത്? വിൽസൺസ് രോഗം ഉണ്ടാകുന്നത് ചെമ്പ് അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായിട്ടാണ്. ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അപ്പൊ ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, വനപ്രദേശത്തിന്റെ വിസ്തീർണം ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്താണ്? സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശാണ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് രചിച്ചത് ആര്? ആലീസ് ഇൻ വണ്ടർലാൻഡ് രചിച്ചത് ആരാണ്? ലൂയി കരോൾ ആണ് ആലീസ് ഇൻ വണ്ടർലാൻഡ് രചിച്ചത്. വനാഞ്ചൽ എന്നും അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇതൊക്കെ PSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ വനാഞ്ചൽ എന്നും അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡാണ്. ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ IAS കാരൻ ആരാണ്? ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ IAS കാരനാണ് അജിത് ജോഗി. അജിത് ജോഗി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം? 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. വനിത പ്രധാനമന്ത്രിയായ ആദ്യത്തെ മുസ്ലിം രാജ്യം? വനിത പ്രധാനമന്ത്രിയായ ആദ്യത്തെ മുസ്ലിം രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ. ഇന്ത്യയിൽ ആര്യന്മാർ ആദ്യം താമസം ഉറപ്പിച്ച പ്രദേശം? പഞ്ചാബ്. അപ്പൊ ഇന്ത്യയിൽ ആര്യന്മാർ ആദ്യം താമസം ഉറപ്പിച്ചത് എവിടെയാണ്? പഞ്ചാബിലാണ്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ്. അപ്പൊ തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ഒറ്റപ്പാലം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ഒറ്റപ്പാലം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശമാണ്. ടി പ്രകാശം. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് 1951 ഉദ്ഘാടനം ചെയ്തത്? ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് 1951 ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ട്രാക്കി കാർഡിയ എന്നാൽ എന്ത്? ട്രാക്കി കാർഡിയ എന്നാൽ എന്താണ്? കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പിനെ പറയുന്ന പേരാണ് ട്രാക്കി കാർഡിയ. കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പ്. ടൈം മെഷീൻ രചിച്ചത് ആരാണ്? H.G. വെയിൽസ്. H.G. വെയിൽസ് ആണ് ടൈം മെഷീൻ രചിച്ചത്. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ. ഹരിതഗ്രഹവാതകം പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹം? ഹരിതഗ്രഹവാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ. അടുത്ത ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം 31 ആണ്. നോക്കാം ഏതൊക്കെയാണ് ചോദ്യങ്ങളെന്ന്. ഗ്രിഗോറിയൻ കലണ്ടറിൽ ഒരു മാസത്തിലെ പരമാവധി ദിവസങ്ങളുടെ എണ്ണം? ഗ്രിഗോറിയൻ കലണ്ടറിൽ ഒരു മാസത്തിലെ പരമാവധി ദിവസങ്ങളുടെ എണ്ണം 31 ആണ്. ഗാലിയത്തിന്റെ അണുസംഖ്യ? അപ്പോൾ കൈവെള്ളയിൽ വെച്ചാൽ ഉരുകിപ്പോകുന്ന മൂലകമാണ് ഗാലിയം. ഗാലിയത്തിന്റെ അണുസംഖ്യ എത്രയാണ്? 31 ആണ്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോകസഭയുടെ അംഗസംഖ്യ 525-ൽ നിന്നും 545 ആയി ഉയർത്തിയത്? 31. അപ്പോൾ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോകസഭയുടെ അംഗസംഖ്യ 525-ൽ നിന്നും 545 ആയി ഉയർത്തിയത്? 31-ാം ഭേദഗതിയിലൂടെയാണ്. അടുത്ത ചോദ്യം, സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം എത്രാമത്തേതാണ്? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം, ഭേദഗതിയല്ല, അനുച്ഛേദമാണ് 31. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ്? 31.16% 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ നഗര ജനസംഖ്യ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രൊഡ്യൂസർ ഗ്യാസ് ഏതിന്റെയൊക്കെ മിശ്രിതമാണ്? ഇത് കഴിഞ്ഞൊരു എക്സാമിന് PSC ചോദിച്ചതാണ്. പ്രൊഡ്യൂസർ ഗ്യാസ് ഏതിന്റെയൊക്കെ മിശ്രിതമാണ്? കാർബൺ മോണോക്സൈഡും നൈട്രജനും. കാർബൺ മോണോക്സൈഡിന്റെയും നൈട്രജന്റെയും മിശ്രിതമാണ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത്. ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത്? ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദ്യവും. ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് ഈഥൈൽ ആൽക്കഹോൾ ആണ്. ഈഥൈൽ ആൽക്കഹോൾ. മെനാൻഡറും നാഗാർജുനനും തമ്മിലുള്ള സംഭാഷണം അടങ്ങിയ കൃതി? മെനാൻഡറും നാഗാർജുനും തമ്മിലുള്ള സംഭാഷണം അടങ്ങിയ കൃതിയാണ് മിലിന്ദ പാൻഹോ. മിലിന്ദ പാൻഹോ. ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ്? മെനാൻഡറും നാഗാർജുനും തമ്മിലുള്ള സംഭാഷണം അടങ്ങിയ കൃതിയാണ് മിലിന്ദ പാൻഹോ. മാക്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഷേക്സ്പിയർ ആണ് മാക്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ കച്ചേരി നടത്തിയ ഇന്ത്യൻ സംഗീതജ്ഞ? ഐക്യരാഷ്ട്രസഭയിൽ കച്ചേരി നടത്തിയ ഇന്ത്യൻ സംഗീതജ്ഞയാണ് MS സുബ്ബലക്ഷ്മി. MS സുബ്ബലക്ഷ്മി.
ഐക്യരാഷ്ട്രസഭയിൽ നിന്നും അംഗത്വം പിൻവലിച്ച ഏക രാജ്യം ഇന്തോനേഷ്യ പിന്നീട് അംഗമാവുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരികൾ ആരൊക്കെയാണ്? ചന്ദ്രമതി ബസു, കാദംബനി ഗാംഗുലി എന്നിവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരികൾ. മെലാനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ആൽബിനിസമാണ് മെലാനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ. ലോകത്ത് ആദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യമാണ് ഇംഗ്ലണ്ടാണ്. ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടർ അപ്സരയാണ് ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര. മേൽപ്പത്തൂർ സ്മാരകം എവിടെയാണ്? തിരുനാവായക്കടുത്ത് ചന്ദനക്കാവിലാണ് മേൽപ്പത്തൂർ സ്മാരകം. എവിടെയാണ്? തിരുനാവായക്കടുത്ത് ചന്ദനക്കാവിലാണ്. മമലൂക്ക് സുൽത്താൻമാർ എന്ന് വിളിക്കപ്പെടുന്നത് ഏത് വംശത്തിലെ ഭരണാധികാരികളാണ്? അടിമവംശത്തിലെ ഭരണാധികാരികളാണ് മാമലൂക്ക് സുൽത്താൻ, ഇൽബാരി സുൽത്താൻമാർ എന്നെല്ലാം അറിയപ്പെടുന്നത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ആരാണ്? ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത്. മെഴുകിന്റെ ലായകം ടർപ്പന്റൈൻ ആണ് മെഴുകിന്റെ ലായകം. ബംഗാളി ഗദ്യത്തിന്റെ പിതാവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ബംഗാളി ഗദ്യത്തിന്റെ പിതാവ്. ഇദ്ദേഹത്തിന്റെ പത്രം ഏതാണ്? ഷോം പ്രകാശ്. കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്ന വർഷം 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത്. ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6 ആറ്റം ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ ടിബറ്റ്സ്. അപ്പോൾ 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലാണ് ബോംബ് വർഷിച്ചത്. അപ്പോൾ ആ വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ ടിബറ്റ്സ് ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. 1867 ഏത് രാജ്യമാണ് US-ന് അലാസ്ക വിറ്റത്? റഷ്യയാണ് US-ന് അലാസ്ക വിറ്റത്. വർഷം 1867. ജീൻ വാൽജീൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? വിക്ടർ ഹ്യൂഗോ ആണ്. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം അബ്ഹീലിയൻ എന്നറിയപ്പെടുന്നത് ജൂലൈ 4. കുഞ്ഞാലി മരയ്ക്കാർ ആരുടെ നാവികസേനാ തലവനായിരുന്നു? സാമൂതിരിയുടെ നാവികസേനാ തലവനായിരുന്നു ആര്? കുഞ്ഞാലി മരയ്ക്കാർ. അടുത്ത ചോദ്യം, 1982 വെടിയേറ്റു മരിച്ച ഒലോഫ് പാമെ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു? 1982 വെടിയേറ്റു മരിച്ച ഒലോഫ് പാമെ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു? സ്വീഡന്റെ പ്രധാനമന്ത്രിയായിരുന്നു. സുവർണക്ഷേത്രം ഇപ്പോൾ അറിയപ്പെടുന്ന പേര്? ഹർമന്ദിർ സാഹിബ് എന്നതാണ് സുവർണക്ഷേത്രം ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. ഇന്ത്യയിലെ ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം, അതായത് ശബ്ദ ചലച്ചിത്രം ഏതാണ്? ആലം ആരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം. ആലം ആര. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം? പീച്ചിയിലാണ്. 1975 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? ഗവർണർക്കാണ് അരാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി രാജിക്കത്ത് നൽകേണ്ടത്. ഇംഗ്ലണ്ടിൽ നിന്നും ഗാന്ധിജി നേടിയ ബിരുദം? ബാരിസ്റ്റർ അറ്റ് ലോ എന്ന ബിരുദമാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്നും നേടിയത്. ഉത്തരദിക്കിലെ വെനീസ് എന്നറിയപ്പെടുന്നത്? സ്റ്റോക്ക്ഹോം ആണ് ഉത്തരദിക്കിലെ വെനീസ് എന്നറിയപ്പെടുന്നത്. കാക്കനാടന്റെ യഥാർത്ഥ പേരെന്താണ്? ജോർജ് വർഗീസ് എന്നതാണ് കാക്കനാടന്റെ യഥാർത്ഥ പേര്. PSC റിപ്പീറ്റിംഗ് ചോദ്യമാണ്. കാക്കനാടന്റെ യഥാർത്ഥ പേരാണ് ജോർജ് വർഗീസ്. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ആരാണ്? ലീ ക്വാൻ യു ആണ്. രാജ്യം സിംഗപ്പൂർ. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? ബഹ്റൈനിലെ ഖലീഫയായിരുന്ന ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയാണ്. ഈയിടയ്ക്കാണ് അദ്ദേഹം അന്തരിക്കുകയുണ്ടായത്. അടുത്ത ചോദ്യം, ഏത് സമുദ്രത്തിലാണ് മൗന കിയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിക്കപ്പെട്ടത്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 റിട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഭരണഘടനാ പദവിയിലിരിക്കെ ആദ്യമായി ഭാരതരത്നം ബഹുമതിക്ക് അർഹനായത് ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ.
ക്യാബിനറ്റ് മിഷൻ നയിച്ചത്? പെത്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ നയിച്ചത്. പെത്വിക് ലോറൻസ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ അറബ് വനിതയാണ് ഷിറിൻ ഇബാദി. ഷിറിൻ ഇബാദി ഇറാൻകാരിയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ അറബ് വനിതയാണ് ഷിറിൻ ഇബാദി. സിഖുകാരുടെ ആദ്യ ഗുരുവാണ് ഗുരു നാനാക്ക്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരിലാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVC എന്നാൽ എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ് എന്നതാണ് PVC എന്നതിന്റെ ഫുൾ ഫോം. ബോവർ യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് നൽകപ്പെട്ട ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്. ഏത് യുദ്ധത്തിലാണ്? ബോവർ യുദ്ധത്തിലാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് നൽകപ്പെട്ടത്. എന്ത്? കൈസർ ഇ ഹിന്ദ്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇംഫാലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോഖലെയാണ് വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ എവിടം മുതൽ എവിടം വരെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിലെ ഡയമണ്ട് ഹാർബർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം? 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചിയിൽ പ്രധാനമന്ത്രിയായിരുന്നത് ആരായിരുന്നു? ഇക്കണ്ട വാര്യരാണ്. ഇക്കണ്ട വാര്യർ. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച വർഷം? 1967 കേരളത്തിൽ ലോട്ടറി ആരംഭിച്ചത്. കേരള പോലീസ് അക്കാദമി എവിടെയാണ്? തൃശ്ശൂരിലെ രാമവർമ്മപുരത്താണ് കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിലെ രാമവർമ്മപുരം. ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള കറൻസി? ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള കറൻസിയാണ് ഡോളർ. ലോകത്തിൽ കരയിലെ ഏറ്റവും നീളമുള്ള പർവ്വതനിര? ആൻഡീസ്. ലോകത്തിൽ കരയിലെ ഏറ്റവും നീളമുള്ള പർവ്വതനിരയാണ് ആൻഡീസ്. കേരളത്തിൽ ഗ്ലാസ് നിർമ്മാണത്തിന് പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ സ്ഫടിക മണൽ ലഭിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നെപ്പോളിയന്റെ അവസാന പരാജയത്തിന് കാരണമായ യുദ്ധം നടന്ന വാട്ടർലൂ ഏത് രാജ്യത്താണ്? ബെൽജിയത്തിലാണ് വാട്ടർലൂ നടന്ന വർഷം 1815. തൊമ്മൻകുത്ത്, തേന്മാരിക്കുത്ത് വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ്? ഇടുക്കി. അപ്പൊ തൊമ്മൻ കുത്തുകയും ചെയ്യും ഇടുക്കുകയും ചെയ്യും എന്ന് പഠിച്ചാൽ മതി. അപ്പൊ തൊമ്മൻകുത്ത് ഇടുക്കിയിലാണ്, തേന്മാരിക്കുത്ത് എവിടെയാണ്? ഇടുക്കിയിലാണ്. കേരള സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുണ്ടായിരുന്ന ഏക വനിതാ അംഗമാണ് ആനി മസ്ക്രീൻ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുണ്ടായിരുന്ന ഏക വനിതാ അംഗം ആനി മസ്ക്രീൻ ആണ്. തെക്കേ അമേരിക്കയിൽ നിന്നും ഒറീസ തീരത്ത് ദേശാടനത്തിനെത്തുന്ന ആമകൾ ഒലീവ് റിഡ്ലി. അപ്പോൾ ഒലീവ് റിഡ്ലി ആമകൾ ഒറീസ തീരത്ത് നിന്നും ദേശാടനത്തിന് എവിടെ എത്തുന്നു? തെക്കേ അമേരിക്കയിൽ എത്തുന്ന ആമകളാണ്. അവസാനത്തെ ചോദ്യം, ഹൂഗ്ലി നദീതീരത്തുള്ള പ്രധാന പട്ടണമാണ് കൊൽക്കത്ത. ഹൂഗ്ലി നദീതീരത്തുള്ള പ്രധാന പട്ടണം ഏതാണ്? കൊൽക്കത്തയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്